ബീഫ് കറി ഉണ്ടെങ്കിൽ കുറച്ച് മോരൂടെ വേണമല്ലേ, അല്ലാതെ ഒരു സുഖവും ഇല്ല. ഇന്നേ കുറച്ച് കപ്പയൊക്കെ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ബീഫും വാങ്ങിയിട്ടുണ്ട്. പിന്നൊരു കാര്യം, ഏതുറക്കത്തിൽ വിളിച്ചു തന്നാലും നമുക്കിഷ്ടമുള്ളൊരു ഐറ്റം എന്താണെന്നറിയാമോ? അത് കപ്പയാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ ഒരു വലിയ വയലിൽ നിറയെ കപ്പ നടുവായിരുന്നു. അതിൻ്റെ അവകാശികൾ ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ വീട്ടിലെ പശുവുണ്ട്, പിന്നെ ആ പറമ്പിലും ഞങ്ങളുടെ വീട്ടിലും ഒക്കെയുള്ള എലികളും തിന്നണം. അപ്പോൾ ഇത്രയും പേരായിരുന്നു കപ്പയുടെ അവകാശികൾ. അപ്പോൾ അത് ആ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി കുറച്ച് ഉപ്പ് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഞാൻ കുക്കറിലോട്ടങ്ങ് വെച്ച് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിയുടെ പരിപാടിയിലോട്ട് കിടന്നയാ. എല്ലാം തനിച്ചാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ കുറേ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ വെട്ടി മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട്, അപ്പോൾ ഇതൊന്നും കണക്കൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ ഒരു തിട്ടാണ് കേട്ടോ. അങ്ങനെ അതങ്ങോട്ടൊന്ന് വഴട്ടിയൊക്കെ വെച്ചപ്പോഴത്തേക്ക് പിന്നെ കപ്പ എടുത്ത് തൊലിച്ചു. എന്തായാലും കപ്പ ശ്രീലങ്കൻ കപ്പയാണേ, അപ്പോൾ അത് വിലക്കുറവുണ്ടായിരുന്നു, അപ്പോൾ നല്ലതാണെന്ന് തോന്നി, അതാണ് അങ്ങനെ എടുത്തത്. ഇന്ത്യൻ കപ്പയ്ക്ക് കുറച്ച് വില കൂടുതലും കണ്ടിട്ടൊരു ഇഷ്ടം തോന്നിയില്ല, അപ്പോൾ ഇതെടുത്ത് വേവുമായിരിക്കും. അരിഞ്ഞപ്പോൾ നല്ല തൊലിയൊക്കെ പെട്ടെന്നൊക്കെ ഇളവി കേട്ടോ. അപ്പോൾ ഞാൻ അതും ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കുക്കറിലോട്ടങ്ങ് വെച്ചു. അത് നന്നായിട്ട് വെന്ത് കിട്ടി കേട്ടോ. എന്തായാലും 2-3 വിസിലടിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫൊക്കെ വെന്തു, ആ ഉള്ളിയൊക്കെ വഴറ്റിയതും എല്ലാം കൂടെ ഞാൻ ഒരു പാത്രത്തിലോട്ട് തട്ടി അതും ഇരുന്ന് നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കേ ക്ഷമയൊക്കെ അങ്ങ് നശിച്ചു, വിശന്നൊരു വഴിയായി. അപ്പോൾ ഞാൻ എനിക്കായിട്ട് കുറച്ച് ചോറെടുക്കുകയാണേ. ബീഫ് കറിയും കപ്പയും മാത്രമാണ് കേട്ടോ ഉച്ച സമയത്തിന്. ഇത് തന്നെ ധാരാളമാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ മോരിൻ്റെ കാര്യം, അപ്പോൾ അതൊന്നും ചെയ്യാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇതും കൂട്ടിയൊക്കെ കഴിക്കുകയാണ്. ഒരു തേങ്ങാക്കൊത്തൊക്കെ എടുത്ത് വെച്ച് ബീഫിൻ്റെ ഒരു കഷ്ണവും കുറച്ച് കപ്പയും ഒക്കെ ആയിട്ട് ഞാനൊരു പിടിയങ്ങ് പിടിച്ച്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചക്കലത്തെ പരിപാടി ഇങ്ങനെ അങ്ങ് അവസാനിച്ചു. അത് കഴിഞ്ഞിട്ടേ നമ്മൾ വൈകിട്ട് പിന്നെ ഞാൻ കുറച്ച് ചുമന്നരി ചോറാണ് കേട്ടോ വെച്ചത്. ഉച്ചക്കലത്തെ ചോറൊക്കെ അങ്ങ് തീർന്നു പോയായിരുന്നു. പിന്നെ കുറച്ച് ബീറ്റ്റൂട്ട് തോരനും, പിന്നെ നമ്മളെ ബീഫ് ഒന്ന് തോത്തിയെടുത്തേ, അതാ മക്കൾക്കൊക്കെ ഇഷ്ടം. അപ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് അവരില്ലായിരുന്നു, വൈകിട്ട് കഴിക്കാനായിട്ടാണ് അവരെല്ലാവരും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ തോരനും മോരും ഒക്കെ വെച്ച്, അപ്പം ബീഫ് ഇങ്ങനെ തോത്തിയെടുത്തിട്ട് മോരൂടൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളുണ്ടെങ്കിൽ നമ്മൾ അത്താഴത്തിനും ഇതൊക്കെ തന്നെ കഴിക്കും കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ എല്ലാ ദിവസവും നമ്മളിങ്ങനെ ഇറച്ചിയോ മീനോ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കണ്ടിന്യൂസ് വരുന്നത് നമ്മൾ ഏതെങ്കിലുമൊക്കെ ദിവസങ്ങളിൽ എടുത്ത് വെക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ, അല്ലാതെ എല്ലാ ദിവസവും ഇങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ രാത്രിയിലും ചോറൊക്കെ കഴിക്കും. ഇല്ലെങ്കിൽ പിന്നെ ചപ്പാത്തിയോ ദോശയോ അങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ജീവിതത്തിൽ നമ്മൾ എല്ലാ ദിവസവും ചോറൊക്കെ കഴിച്ചാൽ അല്ലാതെ തന്നെ ഭയങ്കരമായിട്ട് തടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ചോറൂടായാൽ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഇത് ഭവ്യക്കുട്ടിക്ക് കൊടുക്കുക, ഞാൻ കഴിച്ചു, ഇത് അവൾ കഴിക്കുന്നതാണേ. പിന്നൊരു കാര്യം, ഇവിടെ മക്കൾക്കും കപ്പ ഭയങ്കര ഇഷ്ടമാണ്. പുഴുങ്ങി കൊടുത്താലും വേവിച്ച് കൊടുത്താലും എല്ലാം അവർ കഴിച്ചോളും. രാവിലെ തൊട്ട് തുടങ്ങിയ കപ്പയുടെയും ബീഫിൻ്റെയും പരിപാടിയാണേ. അപ്പോൾ ഇനി നിർത്തട്ടെ. എപ്പോഴും ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ഒപ്പം കൂടിയരേ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.